ഈ ധർമ്മത്തെ നിർവചിച്ചുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയും കൂടിയാണല്ലോ നമ്മുടെ വിഷയം, ഭഗവത്ഗീതയുടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, ജഗതസ്ഥിതി കാരണം പ്രാണിനാം അഭ്യുദയ സാക്ഷാത് അഭ്യുദയ നിശ്രേയസ പ്രാപ്തി ഹേതു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ധർമ്മം എന്ന് പറയുന്നത് ജഗതസ്ഥിതി കാരണം, ദാറ്റ് വിച്ച് സസ്റ്റെയിൻസ് ദ എൻറ്റയർ യൂണിവേഴ്സ്, ഈ ലോകത്തെ മുഴുവനും നിലനിർത്തുന്നത്, അല്ലേ, നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരം, ആ സ്ഥിതി നടത്തുന്നത് ഈ ധർമ്മമാണെന്ന് പറയുന്നു. അതോടൊപ്പം പ്രാണിനാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളിലും എന്താണ്, അഭ്യുദയ നിശ്രേയസ പ്രാപ്തി ഹേതു എന്ന് പറയുന്നത്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് വെൽഫെയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ അഭിവൃദ്ധി. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആന്തരികമായിട്ടുള്ള സുഖങ്ങൾ. നേരത്തെ പറഞ്ഞതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക. എന്താണ് ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി? വളരെയധികം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു 100 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ. എന്നാൽ ആന്തരികമായിട്ടുള്ള സുഖം, അതിനെയും കൂടെ ഇതുകൂടെ, അതിനെയാണ് നിശ്രേയസം, മോക്ഷം എന്നൊക്കെ പറയുന്നത്. മോക്ഷം എന്ന് പറയുന്നത് സെമിറ്റിക് മതങ്ങളുടെ ഒരു വീക്ഷണത്തിൽ മോക്ഷം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. അതെന്താണ്? വേറൊരു സമയത്തും വേറൊരു സ്ഥലത്തുമാണ്. ഈ സമയത്ത് കിട്ടില്ല. ഇന്ന് ഫെബ്രുവരി 3-ാം തീയതി കിട്ടില്ല. എപ്പോഴും കിട്ടും? നാളെ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടും. നാളെ കിട്ടുള്ളൂ, ഇന്ന് കിട്ടില്ല മോക്ഷം. ഈ സ്ഥലത്ത് കിട്ടുമോ? ചെറുകോൽ പുഴയിൽ കിട്ടുമോ മോക്ഷം? ഇല്ല. എവിടെയാണ്? സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് മോക്ഷം കിട്ടുന്നത്. എന്നാൽ ഭാരതീയമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കിട്ടേണ്ടതാണ് മോക്ഷം. മോക്ഷത്തിൽ അർജുനന് ആ ഒരു യുദ്ധത്തിൻ്റെ കോലാഹലത്തിൻ്റെയും കൊലയും നടക്കുന്ന സ്ഥലമാണ് യുദ്ധം. അവിടെ ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന ആന്തരിക സംതൃപ്തി, ആന്തരിക ആനന്ദം, അതിനെയാണ് മോക്ഷം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് നിശ്രേയസം, ആന്തരിക സുഖവും ഭൗതിക സുഖങ്ങളുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ധർമ്മത്തിൻ്റെ ഫലങ്ങളെങ്കിൽ ഈ ധർമ്മമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണ്? ഭഗവത്ഗീതയും ആധുനിക വിദ്യാഭ്യാസവും. ആധുനിക വിദ്യാഭ്യാസത്തിൽ മതം വേണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായും മതം മാറ്റി നിർത്തപ്പെടണം. ഏത് തലത്തിൽ? നമ്മൾ സെമിറ്റിക് മതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കലുഷിതമാക്കുകയുള്ളൂ വിദ്യാഭ്യാസത്തെ. പക്ഷേ നമ്മുടേത് എന്താണ്? സനാതന ധർമ്മമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടേത് ഒരു മതമല്ല, സങ്കുചിതമായിട്ടുള്ള ഒരു മതമല്ല. ഇന്ന് ദൈവത്തെ പൂജിക്കൂ, അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന മതമല്ല. സ്വർഗം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? നാളെ മറ്റൊരു സ്ഥലത്ത്. എന്നാൽ ഇന്ന് ഇവിടെ സ്വാമി വിവേകാനന്ദൻ എപ്പോഴും പറയുന്നത് വാച്ച് വേർഡ് ഓഫ് വേദാന്ത ഈസ് നൗ ആൻഡ് ഹിയർ. നൗ സൂചിപ്പിക്കുന്നത് ഈ സമയത്ത്, ഹിയർ എന്ന് പറയുന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സ്ഥലത്ത്. ഇന്ന് ഇവിടെ കിട്ടുന്നതാണ് എന്ത്? മോക്ഷം എന്ന് പറയുന്നത്. അതാണ് ധർമ്മത്തിലൂടെ നമുക്ക് കിട്ടാവുന്നത്. എങ്കിൽ ഇന്ന് ഇവിടെ നമുക്ക് ആത്യന്തികമായിട്ട് മുൻ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥമായിട്ടുള്ള ആനന്ദം, ശാശ്വതമായിട്ടുള്ള ആനന്ദം, അതാണ് മോക്ഷം എന്നുള്ളത് ധർമ്മത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ ധർമ്മം നമുക്ക് എഡ്യൂക്കേഷനിൽ വേണോ എന്ന് ചോദിച്ചാൽ മതം വേണ്ട. പക്ഷേ ധർമ്മം, സനാതന ധർമ്മമാണിത്. വെറും ഒരു ഇടുങ്ങിയ മതമല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൽ ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന ആ ഒരു ധർമ്മം എന്ന് പറയുന്ന ഒരു ആശയം അനിവാര്യമാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം.